കാര്യം എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ ഐസിനെ ഡ്രൈ ആക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണിന് ഒരു ഡ്രൈനെസ് ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ ഇതിന് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് നമുക്ക് കൂട്ടാം. ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതൊരു ജെൽ ടൈപ്ഡ് ആണ്. ഇതാണ് ഓപ്പൺ പോസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും. ഇത് കുറെ ആകുമ്പോൾ ചില സമയത്ത് പിമ്പിൾസ് ആയിട്ട് മാറുകയും ചെയ്യും. നോർമലി നമ്മളൊരു മിനറൽ സൺസ്ക്രീൻ എടുക്കുമ്പോൾ അതിന് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. ആണ് സാധാരണ വരാറ്. വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട്, ഇടാറുണ്ട്. പക്ഷെ ഇത് അബ്സോർപ്ഷൻ ഉള്ളത് കൊണ്ടാണ്, ചൂടായിട്ടാണ് അത് അതിന്റെ ബൈ പ്രോഡക്റ്റ് പുറത്തുണ്ട്. ആ ചൂടാണ് നമുക്ക് ചിലപ്പോൾ വിയർപ്പായിട്ട് തോന്നുന്നത്. ഇംപ്രഷന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സൺസ്ക്രീനുകളിൽ ഒന്നാണ്. ഒരു റീഅപ്ലിക്കേഷന് വേണ്ടി മാത്രമേ സ്റ്റിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാറുള്ളൂ. അതിപ്പം റെറ്റിനോൾ പെട്ടെന്ന് എഫക്ട് ചെയ്യും, പെപ്റ്റൈഡ് കുറച്ചുകൂടി ടൈം എടുക്കും. ഡ്രോപ്പർ അല്ല പമ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഡ്രോപ്പർ ആണെങ്കിൽ ഒരു ഉപയോഗമാണ്. ആൾക്കാർ ഇങ്ങനെ ആ ഡ്രോപ്പർ ഡയറക്റ്റ് സ്കിന്നിലോട് ടച്ച് ചെയ്യരുതില്ല. കാരണം നമ്മൾ സ്കിൻ കെയറിൽ ഒരുപാട് ഫ്രാഗ്രൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഓവറായിട്ട് സെൻസിറ്റീവ് ആക്കുകയും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കാൻ പറ്റും. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു നെക്കാ ഹോൾ ആണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. ആദ്യം നമുക്ക് ഈ പെട്ടി അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു, ഇവിടെ വെച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത്, അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഇത് ആഗ്നേസ് കോഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ഇതുവരെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് പരസ്യം കണ്ടിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സാധനമാണ് ഇത് വാങ്ങിയത്. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബോഡി വേഴ്സിൻ്റെ 2% സാലിസിലിക് ആസിഡ് ആണ്. അത് അത്യാവശ്യം നല്ല സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. അതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന ഡോക്ടർ ഷെയ്ത്തിൻ്റെയാണ്. അത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ ഐസിനെ ഡ്രൈ ആക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണിനൊരു ഡ്രൈനെസ്സും ചിലവർക്ക് അത് കണ്ണിൽ കുരു ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എനിക്കിത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്ത് പുള്ളി കണ്ണ് ചെറുതായിട്ടൊന്ന് എരിയുന്നതായിട്ട് ഫീൽ ആയത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല, സെൻസിറ്റീവ് ഐസ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അവർക്ക് ഈ ബോഡി വൈസ് നല്ലതാണ്, അല്ലെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ നല്ലതാണ്. ഇപ്പോൾ അക്വാ സ്ക്വാഡിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇംപ്രഷനായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജ്. കുറച്ച് സെൻറ്റഡ് ആണ്, കാരണം അതിനകത്ത് തൈമോൾ ടി എസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എസൻസ് ഒരു അതൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. പിന്നെ ഇതൊരു ഫേസ് വാഷ് ആയതുകൊണ്ട് ഞാൻ അത്ര ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഇത് എന്താണെന്ന് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതൊരു ജെൽ ടൈപ്ഡ് ആണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു ജെൽ ടൈപ്പ് തന്നെയാണ്. പിന്നെ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷിന് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എൻ്റെതൊരു കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാണ്. ചിലപ്പോൾ അത് കോമ്പിനേഷൻ ടു നോർമലിലോട്ടും പോകും. അത് നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ച് അത് മാറും. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് എനിക്ക് സാലിസിലിക് ആസിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും, അതായത് നമ്മുടെ ഓപ്പൺ പോസ് ഇല്ലേ, നമുക്ക് ഒരു ചെറിയ ചെറിയ പോസിൽ, ആ പോസിൽ ഓയിലിൻ്റെ അക്യൂമുലേഷനും പിന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ വന്ന് അക്യൂമുലേറ്റ് ചെയ്തിട്ട് അത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആവും. അതൊരു ടൈപ്പ് ആക്നെയാണ്. നമ്മൾ അതിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നെക്കാർഡിൽ കൊടുക്കും, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഓപ്പൺ പോസിൽ ഈ ഡെഡ് സ്കിൻസും പിന്നെ അതുപോലെ ഓയിലും ഒക്കെ വന്നിരുന്നിട്ട് ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് കുറേ നേരം ഇരിക്കുമ്പോൾ, കുറച്ച് ദിവസങ്ങളോളം അത് ഇരിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് ഓക്സിഡൈസ്ഡ് ആയിട്ട് അത് ബ്ലാക്ക് ഹെഡ്സ് ആവും. അത് ഒരുപാട് ഓക്സിഡൈസ്ഡ് ആവാത്ത സമയങ്ങൾ, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അടിയിൽ നമ്മൾ അറ്റ്മോസ്ഫിയറോട് അധികം ടച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് അത് വൈറ്റ് ഹെഡ്സ് ആവും. ഇതാണ് ഓപ്പൺ പോസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും. ഇത് കുറേ ആകുമ്പോൾ ചില സമയത്ത് പിമ്പിൾസ് ആയിട്ട് മാറുകയും ചെയ്യും. വൈറ്റ് ഹെഡ്സ് പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ് പിമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സാലിസിലിക് ആസിഡ് സെറം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതെന്ന് വെച്ചാൽ സൺസ്ക്രീനാണ്. ഇത് എൻ്റെ സൺസ്ക്രീനാണ്. ഇത് എനിക്ക് വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഡോക്ടർ ഷെയ്ത്തിൻ്റെ മിനറൽ സൺസ്ക്രീനാണ്. ഞാൻ ബേസിക്കലി സൺസ്ക്രീൻ വാങ്ങിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് പരീക്ഷണം നടത്തണം. ഞാൻ ഡോക്ടർ ഷെയ്ത്തിൻ്റെ മിനറൽ സൺസ്ക്രീൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇത് നോ വൈറ്റ് കാസ്റ്റ് ആണ്. നോർമലി നമ്മളൊരു മിനറൽ സൺസ്ക്രീൻ എടുക്കുമ്പോൾ അതിന് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ സിങ്ക് ഓക്സൈഡ് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് സിങ്ക് ഓക്സൈഡ് പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് അലർജി ഉള്ള ആൾക്കാരുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സിങ്ക് ഓക്സൈഡ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് മിനറൽ സൺസ്ക്രീനുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർ കറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എക്സാമ്പിൾ എൻ്റെ അമ്മയ്ക്ക് മിനറൽ സൺസ്ക്രീൻ പറ്റത്തില്ല, ഇട്ട അമ്മ പെട്ടെന്ന് കറക്കും. അപ്പോൾ അമ്മ ഡെർമക്കോഡ ഇതിൻ്റെ അല്ല ഡെർമക്കോഡ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് കറുത്തു. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാവുന്നത് അമ്മയ്ക്ക് സിങ്ക് ഓക്സൈഡ് പറ്റത്തില്ല എന്ന്. അപ്പോഴേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഡോക്ടർ ഷെയ്ത്തിൻ്റെ തന്നെ വേറെ സൺസ്ക്രീനിലോട്ട് പോയ അമ്മ. അപ്പോൾ ഇത് ഞാൻ ഡോക്ടർ ഷെയ്ത്തിൻ്റെ ഞാൻ ഉപയോഗിച്ച സൺസ്ക്രീൻ തന്നെയാണ് അമ്മ ഉപയോഗിച്ചത്. സെറമേഡ വിറ്റാമിൻ സി സൺസ്ക്രീൻ ആയിരുന്നു. ഇതെന്ന് വെച്ചാൽ മിനറൽ സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ മെയിൻ ഫിൽറ്റർ, അതായത് UV ഫിൽറ്റർ എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് 3+ ആണ്. നമ്മൾ സാധാരണ PA 4+ വേണം. ബട്ട് സ്റ്റിൽ എനിക്ക് പരീക്ഷിക്കണം, കാരണം ഇത് എത്രത്തോളം ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞും കൂടെ തരാനുള്ളത്. ഞാൻ ഒരു ട്രയലിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. എന്താവും എനിക്ക് അറിയത്തില്ല. ആദ്യം നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ പൊട്ടിച്ചിട്ട് വരാം. അപ്പോൾ പൊട്ടിച്ചു. മിനറൽ സൺസ്ക്രീൻ എല്ലാവർക്കും കുറച്ച് തിക്കാണ് സാധാരണ വരാറ്. വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട്, ഇടാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് നമ്മളൊരു എന്താ പറയുന്ന ഒരു സാധാരണ കുറച്ചൊരു ഡ്രോപ്പ് എടുത്ത് നോക്കുമ്പോൾ വലിയ ഇതില്ല. എന്നാലും ഞാനൊരു 1 ഫിംഗർ എടുത്ത് നോക്കാം. 1 ഫിംഗർ എടുത്ത് നോക്കാം. നോർമലി 2 ഫിംഗറാണ് നമ്മൾ ഇടാറ്, എന്നാലും 1 ഫിംഗർ എടുത്ത് നോക്കാം. വലിയ വൈറ്റ് കാസ്റ്റ് ഇല്ല ഇതിന് മിനറൽ സൺസ്ക്രീൻ. അപ്പം നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മിനറൽ സൺസ്ക്രീൻ, പിന്നെ സെൻസിറ്റീവ് സ്കിൻ ബാരിയർ ഡാമേജ് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഒരു മിനറൽ സൺസ്ക്രീൻ ആണ്. കാരണം മിനറൽ സൺസ്ക്രീൻ അഥവാ ഫിസിക്കൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് നിന്നിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. കെമിക്കൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നകത്തോട്ട് വലിച്ച് നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാകുമ്പോഴത്തേക്ക് ചിലവർക്ക് ഈ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് അത് അത്ര നല്ലതാവത്തില്ല. കാരണം പിന്നെ കുറച്ച് ഓയിലി കൺസിസ്റ്റൻസിയും കൂടെ ആയിരിക്കും കെമിക്കൽ സൺസ്ക്രീൻ. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ. പിന്നെ അടുത്തേന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ പെട്ടെന്ന് വിയർക്കുന്ന ചാൻസ് ഇല്ലേ, അവർക്ക് അത് കെമിക്കൽ സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് അവർ വിയർക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മിനറൽ സൺസ്ക്രീനകത്തുള്ള കെമിക്കൽ സൺസ്ക്രീനകത്തുള്ള UV ഫിൽറ്റേഴ്സ് നമ്മുടെ UV ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് പുറത്തോട്ട് വിടുന്നത്, അതിൻ്റെ റിയാക്ഷൻ മാറ്റി പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ ഉള്ളത് കൊണ്ടാണ്, ചൂടായിട്ടാണ് അത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് പുറത്തോണം. ആ ചൂടാണ് നമുക്ക് ചിലപ്പോൾ വിയർപ്പായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ സൺസ്ക്രീൻ പെട്ടെന്ന് തന്നെ വിയർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്കും ഏറ്റവും നല്ലത് മിനറൽ സൺസ്ക്രീൻ. അടുത്ത ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. എന്താണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ കെമിക്കൽ സൺസ്ക്രീൻ്റെയും മിനറൽ സൺസ്ക്രീൻ്റെയും UV ഫിൽറ്റേഴ്സ് ആയിട്ട് രണ്ടും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് സൺസ്ക്രീനുകൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇംപ്രഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സൺസ്ക്രീനുകളിൽ ഒന്നാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഗോ ടു സൺസ്ക്രീൻ. ഇപ്പം എനിക്ക് ഒരു പരീക്ഷണമൊന്നും വേണ്ട, ഞാനൊരു സൺസ്ക്രീൻ പെട്ടെന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വന്നാൽ പെട്ടെന്ന് വരുന്ന അക്വലോജിക്കൽ ഈ സൺസ്ക്രീനാണ്. ഒന്ന് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ഏത് സ്കിൻ ടൈപ്പിനും പറ്റും. ഇപ്പം നിങ്ങളത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റും, ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് വലുതായിട്ട് നമുക്കൊരു അലർജി അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല, വൈറ്റ് കാസ്റ്റ് വരത്തില്ല. പിന്നെ ഇപ്പം നമുക്ക് സിങ്ക് ഓക്സൈഡ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു കറുപ്പ് അങ്ങനെയൊന്നും ഈ സൺസ്ക്രീൻ ഇല്ല. കാരണം അത് ഹൈബ്രിഡ് സൺസ്ക്രീനിലോട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല ഹൈഡ്രേഷനാണ്. ഡ്രൈ സ്കിൻകാർക്ക് നിങ്ങൾ വെറുതെ സൺസ്ക്രീൻ മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്കൊരു നല്ല ഹൈഡ്രേഷൻ തരുന്നൊരു സൺസ്ക്രീനാണ്. ഓയിലി സ്കിൻകാർക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൺസ്ക്രീനാണ് അക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ. ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അക്വലോജിക്കയുടെ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും അവരുടെ സൺസ്ക്രീൻ റേഞ്ചാണ്. സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ പിന്നെ അഫോർഡബിൾ റേഞ്ചിലാണ്. ഇതിപ്പോൾ എനിക്കൊരു 80 GB 50 GB ഗ്രാമിൻ്റെ അവരുടെ ഉണ്ട്. ഞാൻ ആദ്യമേ 50 G ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവർക്കുള്ള 80 G വാങ്ങിക്കുന്നത്. അപ്പം അത് ഇനിയുള്ളത് ഞാൻ കൂടെ ഓർഡർ ചെയ്തതാണ്, പക്ഷേ എനിക്ക് അതിന് മുന്നേ കിട്ടിയതാണ്. ഇതൊരു സ്റ്റിക്ക് സൺസ്ക്രീനാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സ്റ്റിക്ക് സൺസ്ക്രീനാണ്. ഇത് ബേസിക്കലി കെമിക്കൽ സൺസ്ക്രീനാണ്. പക്ഷേ ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സ്റ്റിക്ക് സൺസ്ക്രീനാണ്, ഈസിയാണ്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ. ആരും അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റിക്ക് സൺസ്ക്രീൻ ഒരു 7 പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലിപ് ബാം ഉപയോഗിക്കുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മേക്കപ്പിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു 3 പ്രാവശ്യം ഇപ്പം ഞാൻ ചെയ്തു അത്ര 3 പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുന്ന അതിൻ്റെ ആവശ്യത്തിൻ്റെ അളവ് കിട്ടത്തില്ല. 7 പ്രാവശ്യം വരെയൊക്കെ നമ്മളിത് അങ്ങനെ ഉരച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉപയോഗം കിട്ടത്തുള്ളൂ. അപ്പം അത്രയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓയിലി ആവും ഭയങ്കരമായിട്ട് സ്കിൻ. അപ്പം ഒരു റീഅപ്ലിക്കേഷന് വേണ്ടി മാത്രമേ സ്റ്റിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാവുള്ളൂ. അത് ഞാൻ എൻ്റെ
സൺസ്ക്രീനിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് റീ ആപ്ലിക്കേഷന് വേണ്ടി മാത്രമേ സ്റ്റിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് മേക്കപ്പ് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ പ്രീ ടച്ച് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ കുറച്ചൊരു ഹൈഡ്രേഷൻ കുറച്ച് ഗ്ലോയും ഒക്കെ ഈ സ്റ്റിക്ക് സൺസ്ക്രീൻ തരും. ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചത് മിനിമലിസ്റ്റ് ആണ്. പക്ഷെ മിനിമലിസ്റ്റിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഇതാണ്. കാരണം മിനിമലിസ്റ്റ് റൗണ്ട് ഷേപ്ഡ് ആണ്. ഞാൻ ഫോട്ടോ കൊടുക്കും, റൗണ്ട് ഷേപ്ഡ് സ്റ്റിക്കാണ്. പിന്നെ റേറ്റും കുറച്ചൊരു 700 സംതിങ് ഉണ്ട്. ഇത് അത്രയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡോട്ട് ഈ അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതാണ് കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ മിനിമലിസ്റ്റ് കുറച്ചുകൂടെ ഓയിലി വേരിയൻ്റ് ആണ്. കുറച്ചുകൂടെ ഓയിലി ആവും നമ്മുടെ സ്കിൻ. ഇത് അത്ര ഓയിലി ആവത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ വല്ല ഹെവി ആയിട്ട് തോന്നില്ല. മിനിമലിസ്റ്റ് ചുരുക്കി പറയും, മിനിമലിസ്റ്റ് ഇട്ട് നമുക്ക് സ്കിൻ ഭയങ്കര ഒട്ടുന്നതായിട്ട് തോന്നും. ഭയങ്കര എന്താ പറയുന്ന ഒരു ഒട്ടി ഹെവി ആയിട്ടൊക്കെ തോന്നും സ്കിൻ. ഇത് ഡോട്ട് ആൻഡ് കിഡ് ഇതിട്ടാൽ അധികം തോന്നത്തില്ല. പക്ഷെ ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അപ്പം നിങ്ങൾ ഇത് ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിയർക്കാൻ പോകില്ല. കാരണം അത്ര ക്വാണ്ടിറ്റി നമുക്ക് റീഅപ്ലിക്കേഷന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് പുറത്തൊക്കെ ഒരുപാട് നേരം പുറത്ത് പോകുമ്പോൾ നമുക്കൊരു റീഅപ്ലിക്കേഷന് വേണ്ടി മാത്രമേ സ്റ്റിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്, അല്ലാണ്ട് യൂസ് ചെയ്യരുത്. അടുത്തെന്ന് വെച്ചാൽ ഒരു സെറമാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ റെറ്റിനോളും പെപ്റ്റൈഡുമാണ്. ഇത് എനിക്ക് വാങ്ങിച്ചല്ല, ഇത് നിതിന് വാങ്ങിച്ചതാണ്. ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് ഡീകൺസ്ട്രക്റ്റിന് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അവർ ഒരുപാട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമുക്ക് 2 സെറത്തിന് പകരം ഒറ്റ സെറമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ നമുക്ക് ഇതുണ്ടാക്കി തരും, മിക്സർ ഉണ്ടാക്കി തരും. എനിക്ക് തോന്നുന്നു അവർക്ക് ഇനി യാസനമയുടെ ആൽഫ ആർബിറ്റിനും കൂടെ ഒരുമിച്ചുള്ളതുണ്ട്. നമുക്ക് ടാനിങ് മാറ്റർ നല്ലതാണ്. പക്ഷെ ആൽഫ ആർബിറ്റിനേക്കാളും കുറച്ചുകൂടി നല്ലത് കോജിക് ആസിഡാണ്. സ്റ്റിൽ ആൽഫ ആർബിറ്റിന് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് മിക്സ്ചർ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റാമിൻ സി, ഫെലുറിക് ആസിഡും അതിപ്പോൾ മിനിമലിസ്റ്റ് ഉണ്ട്, സ്റ്റിൽ ഇവർക്കും ഉണ്ട്. അങ്ങനെ നമുക്ക് 2 സിറത്തിന് പകരം ഒറ്റ സിറമായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കുന്നതിനേക്കാളും ഇഷ്ടം അവർക്ക് എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുന്നതിന്. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരു റെറ്റിനോൾ സിറമാണ്. ഇത് നൈറ്റ് സിറമാണ്, രാത്രി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതിനകത്ത് റെറ്റിനോളും ഉണ്ട്, പെപ്റ്റൈഡ് സിറം ഉണ്ട്. അപ്പം ഇതിന് പെപ്റ്റൈഡ് റെറ്റിനോളും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ച് ഏറ്റവും നല്ല ബോം പ്രൊഡക്റ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഒന്ന്, റെറ്റിനോൾ നമുക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പോസ് നിന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു മൈൽഡ് എക്സ്ഫോളിയന്റ് ആണ്. ആന്റി ഏജിങ്ങിന് ഏറ്റവും നല്ലതാണ്. കാരണം കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് വരുന്നെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ നമ്മുടെ പെപ്റ്റൈഡും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൊളാജന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പം രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പം 2 എഫക്റ്റ് ആണ്. ഇപ്പം റെറ്റിനോൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, പെപ്റ്റൈഡ് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫലം വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്ക് പെപ്റ്റൈഡും റെറ്റിനോളും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ അതിൻ്റെ 40+ സ്കിൻ കെയറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ എന്തുകൊണ്ടാണ് റെറ്റിനോളും പെപ്റ്റൈഡും കൂടെ ഞാൻ ഒരുമിച്ച് ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ഒരുമിച്ച് ഉപയോഗിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, റെറ്റിനോളും ചെറുതായിട്ട് സ്കിൻ ഇറിറ്റേഷൻസ് തരും ചിലവർക്ക്. അപ്പം നമ്മൾ എപ്പോഴും ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡ് തന്നെ ആദ്യമേ പ്രിഫർ ചെയ്യുക. സാൻഡ്വിച്ച് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ റെറ്റിനോൾ സിറം അപ്ലൈ ചെയ്തിട്ട് പിന്നെ വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും രാത്രി നമുക്ക് റെറ്റിനോളിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ 4 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ മതി നമുക്ക് റെറ്റിനോൾ. നമുക്ക് ഈ റെറ്റിനോളിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇതൊരു പമ്പാണ്, മറ്റേ നമ്മുടെ ഇതൊന്നുമല്ല, ക്യാപ്പ് ഉണ്ട്. ഡ്രോപ്പർ അല്ല, പമ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഡ്രോപ്പർ ആണെങ്കിൽ ഒരു ഉപയോഗമാണ്. ആൾക്കാർ ഇങ്ങനെ ആ ഡ്രോപ്പർ ഡയറക്റ്റ് സ്കിന്നിനോട് ടച്ച് ചെയ്യരുത്. ഇതൊരു പമ്പാണ്, അധികം പ്രസ് ചെയ്തല്ലോ. ഓക്കെ, ഇതൊരു ഭയങ്കര ലൈറ്റാണ്, നന്നായി. കാരണം ഇതിന് കുറച്ച് ലൈറ്റ് കൺസിസ്റ്റൻസി അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇതിന് വാങ്ങിയത്. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എത്രത്തോളം ലൈറ്റാണ്. കാരണം ആണുങ്ങളുടെ സ്കിന്നാണ് കുറച്ച്, ഞാൻ എപ്പോഴും പറയത്തില്ല, ഓയിലി ആണ്. സെബേഷ്യസ് ഗ്ലാൻഡ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനത് പറ്റും. പിന്നെ അണിക്ക് വേണമെങ്കിൽ സ്കിൻ കെയർ റൂട്ടീൻ വേണമെങ്കിൽ അത് ഞാൻ ചെയ്തിട്ട് നൈക്കാടി കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹൈഡ്രേഷനും ആണ്, കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആണ്. പിന്നെ ഇത് 0.02% ഉള്ളൂ. അപ്പോൾ വലിയ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ റെറ്റിനോൾ സിറം, പെപ്റ്റൈഡ് സിറം. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇത് 1%, സോറി ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് 0.2% റെറ്റിനോളും 1% പെപ്റ്റൈഡും ആണ്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പുള്ളി എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് കുത്തിയിരുന്നത് പുള്ളിയെ കൊണ്ട് ഉപയോഗിപ്പിക്കണം. അതാണ്, എന്നാലും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതെനിക്ക് അവർ ഒരു ഇതായിട്ട് തന്നെ, എന്താ കോംപ്ലിമെൻ്റ്, നമ്മൾ ഇത്രയൊക്കെ വാങ്ങിച്ചില്ലേ, അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെയാണ്. ഇതൊരു നിവ്യയുടെ ബോഡി ലോഷനാണ്. ഈ നിവ്യ ഇഷ്ടമാണ്, പക്ഷെ ചില സമയത്ത് നിവ്യക്കാർ ഭയങ്കര മണം തരും. എനിക്ക് മണം സ്കിൻ കെയറിൽ ഇഷ്ടമല്ല. പ്രത്യേകിച്ചും അതിൻ്റെ മോയ്സ്ചറൈസറുകളിലും സെറങ്ങളിലും ഒന്നും എനിക്ക് മണം ഇഷ്ടമല്ല. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഓഫ്കോഴ്സ് നല്ല മണം. ഇത് നമ്മൾ പണ്ടോട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ബോഡി ലോഷൻ. ഇത് ഭയങ്കര മണമാണ്, ഞാൻ ഉപയോഗിക്കാൻ പോകില്ല. ചിലപ്പോൾ ഇതിന് ഉപയോഗിക്കും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കയ്യിലൊക്കെ ഹാൻഡ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാൻ ഫൈൻ. അതിൽ നിന്ന് ഫേസിലോട്ട് ഒരുപാട്
നമ്മൾ ഫ്രാഗ്രൻസ് കൊടുക്കുന്നത് നല്ലതല്ല. കാരണം നമ്മൾ സ്കിൻ കെയറിൽ ഒരുപാട് ഫ്രാഗ്രൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഓവറായിട്ട് സെൻസിറ്റീവ് ആക്കുകയും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കാൻ പറ്റും. ഇത് ഇന്ന് ഉപയോഗിച്ചത് കൊണ്ട് നാളെ സംഭവിക്കും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഫ്രാഗ്രൻസ് ഉപയോഗിക്കുകയാണ്, പ്രത്യേകിച്ച് എസെൻഷ്യൽ ഓയിലൊക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. സ്കിൻ കെയർ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ചിൽത്തേസ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.